യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ തീവ്രഗതിയിൽ ആരംഭിക്കുവാൻ തുടങ്ങി. ദുര്യോധനന്റെ ക്ഷണത്താൽ നാനാ ദിക്കുകളിൽ നിന്നുള്ള രാജാക്കന്മാർ ഹസ്തിനപുരത്തെത്തുവാൻ തുടങ്ങി. രാജാക്കന്മാരിലുപരി അവരുടെ സൈന്യങ്ങളും ആയുധങ്ങളുമായിരുന്നു ദുര്യോധനനെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്. അങ്ങനെ ഹസ്തിനപുരം മുഴുവൻ യുദ്ധത്തിന്റെ കൊടും ഭീതിയിലായി. എന്നാൽ ഭീഷ്മയുടെ മനസ്സിനെ അലട്ടുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതിന്റെ പ്രധാന കാരണം പാണ്ഡവർ തന്നെയായിരുന്നു. പാണ്ഡവരും കൗരവരും തന്റെ വംശം തന്നെയാണ്. എന്നാൽ അവരെ എങ്ങനെ വേർതിരിച്ച് ശത്രുക്കളായി കാണുവാൻ സാധിക്കും? അത് ഭീഷ്മയെ വല്ലാതെ അസ്വസ്ഥമാക്കിയിരുന്നു. അല്പസമയത്തിനു ശേഷം ഭീഷ്മയ്ക്ക് ദുര്യോധനനിൽ നിന്നും അടിയന്തര സന്ദേശം ലഭിക്കുകയുണ്ടായി. രാജസദസ്സിൽ യുദ്ധ ചുമതലകൾ വിതരണം ചെയ്യാനുള്ള സുപ്രധാന യോഗം ആരംഭിക്കാൻ പോകുകയാണ്. മറ്റ് രാജ്യത്തിലെ യോദ്ധാക്കളും ആ സദസ്സിലുണ്ടായിരുന്നു. അവരെല്ലാം മൗനത്തോടെ ഭീഷ്മയുടെ വരവിനായി കാത്തിരുന്നു. പെട്ടെന്നായിരുന്നു ഓരോരുത്തരും തങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ നിന്നും ഒന്നിച്ചെണീറ്റ് നിന്നത്. ബന്ധങ്ങളും സ്നേഹവും എല്ലാം മാറ്റിവെച്ച് ഒരു യഥാർത്ഥ യോദ്ധാവിനെ പോലെ ഭീഷ്മ ആ സദസ്സിലേക്ക് നടന്നു വന്നു. ശേഷം ഓരോരുത്തരും തങ്ങളുടെ പദ്ധതികൾ വിശദമായി അവതരിപ്പിക്കാൻ തുടങ്ങി. എല്ലാവരും ആകാംക്ഷയോടെയായിരുന്നു അതെല്ലാം കേട്ടിരുന്നത്. യുദ്ധത്തിന്റെ തീവ്രമായ ഘട്ടങ്ങൾ ഓരോന്നായി വിശദീകരിക്കുകയും ചെയ്തു. പിന്നീട് മറ്റ് രാജ്യങ്ങളിലെ പടനായകന്മാർ തങ്ങളുടെ ശക്തമായ സൈന്യബലവും ആയുധസമ്പത്തും പ്രൗഢമായി വിവരിച്ചു. കൗരവർക്കതൊരു സന്തോഷം നിറഞ്ഞ നിമിഷമായിരുന്നു. കാരണം തങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത സൈനിക ബലമായിരുന്നു കൗരവർക്ക് ലഭിച്ചത്. അല്പസമയത്തിനു ശേഷം ദുര്യോധനൻ സദസ്സിന് നടുവിലേക്ക് കടന്നുവന്നു. ആ നിമിഷം എല്ലാവരും നിശബ്ദരായിക്കൊണ്ട് ദുര്യോധനനെ തന്നെ നോക്കി. അവിടെ വെച്ച് സുപ്രധാനമായ പ്രഖ്യാപനം നടത്തുവാനായിരുന്നു ദുര്യോധനന്റെ ഉദ്ദേശം. ഈ മഹായുദ്ധത്തിന് ഒരു അസാധാരണ സേനാപതിയെ നമുക്ക് ആവശ്യമാണ്. അതിനാൽ നമ്മുടെ സേനാധിപത്യം ഏറ്റെടുക്കാനുള്ള അർഹത ഇവിടെ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. തീക്ഷ്ണമായ കണ്ണുകൾ കൊണ്ട് എല്ലാവരും ദുര്യോധനനെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ദുര്യോധനന്റെ കണ്ണുകൾ തന്റെ സേനാപതിയെ തന്നെ നോക്കിക്കൊണ്ട് ആ പേര് വ്യക്തമാക്കി. ഭീഷ്മ പിതാമഹൻ. ഭീഷ്മയുടെ പേര് കേട്ടതും എല്ലാവരുടെയും കണ്ണുകൾ പ്രതീക്ഷയാൽ തിളങ്ങി. കാരണം അദ്ദേഹത്തിന്റെ അറിവും അനുഭവവും യുദ്ധകലയിലെ ആത്മവിശ്വാസവും കൗരവപക്ഷത്തിന് വിജയം നൽകുമെന്ന് അവർക്കുറപ്പായിരുന്നു. അതുകൊണ്ടുതന്നെ ഭീഷ്മയുടെ മുഖമല്ലാതെ മറ്റൊരാളുടെ മുഖം ദുര്യോധനന്റെ മനസ്സിൽ കടന്നു വന്നില്ല. എന്നാൽ എതിരാളികൾ തന്റെ സ്വന്തം രക്തബന്ധമായ പാണ്ഡവരാണെന്നറിഞ്ഞിട്ടും ഭീഷ്മർ ആ സേനാപതി സ്ഥാനം 2 കൈകളാലും ഏറ്റുവാങ്ങി. കാരണം അദ്ദേഹത്തിന്റെ യഥാർത്ഥ യുദ്ധം പാണ്ഡവരും കൗരവരും തമ്മിലായിരുന്നില്ല. പാണ്ഡവരും ഹസ്തിനപുരം എന്ന തന്റെ രാജ്യത്തിനുമിടയിലുള്ള യുദ്ധമായിരുന്നു. ജന്മം മുതൽ താൻ സമർപ്പിച്ച തന്റെ ഹസ്തിനപുരത്തിന്റെ നിലനിൽപ്പിനു വേണ്ടിയുള്ള യുദ്ധം. കൗരവരുടെ അത്രയും സൈന്യങ്ങളോ ആയുധങ്ങളോ പാണ്ഡവരിലില്ലായിരുന്നു. അവർ തങ്ങളുടെ യുദ്ധത്തിനായുള്ള നീക്കങ്ങൾ ചെയ്തിരുന്നത് മത്സ്യരാജ്യത്തിലെ ഉപപ്ലവ്യ എന്ന പ്രദേശത്തായിരുന്നു. തങ്ങൾക്കൊപ്പം നിൽക്കുവാൻ ആരുമില്ല എന്ന തോന്നൽ കൃഷ്ണനോട് പാണ്ഡവർ വിശദീകരിച്ചു. വാക്കുകൾക്ക് പകരം ഒരു പുഞ്ചിരി മാത്രം അദ്ദേഹം സമർപ്പിച്ചു. ശേഷം പാണ്ഡവർ തങ്ങളുടെ പദ്ധതികൾ ഓരോന്നായി വിശദീകരിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു അവരെല്ലാം നിശബ്ദതയിലായത്. ദൂരെ നിന്ന് കേൾക്കുന്ന ഒരു ശബ്ദം അവരുടെ ശ്രദ്ധയാകർഷിച്ചു. അവരെല്ലാം പരസ്പരം മാറി മാറി നോക്കുവാൻ തുടങ്ങി. ക്രമേണ ആ ശബ്ദത്തിന്റെ തീവ്രത വർദ്ധിച്ചുകൊണ്ടിരുന്നു. അവരുടെ കണ്ണുകൾ ആ ശബ്ദം വരുന്ന ദിക്കിലേക്ക് മാത്രമായി. അത്ഭുതത്തോടെയായിരുന്നു പാണ്ഡവർ ആ കാഴ്ച കണ്ടത്. ഒരു കൂട്ടം ആനകളും കുതിരകളുമായി ഒരു വൻ സംഘം പാണ്ഡവരെ കാണുവാൻ വന്നിരിക്കുന്നു. അവർ കാശിരാജവംശത്തിലെ രാജാവും സൈന്യങ്ങളുമായിരുന്നു. യുദ്ധത്തിനായി പാണ്ഡവർക്കൊപ്പം നിലകൊള്ളുവാൻ വേണ്ടി വന്നതായിരുന്നു. ചിരിയോടെ കൃഷ്ണൻ പാണ്ഡവരെ തന്നെ നോക്കി നിന്നു. പാണ്ഡവർ വളരെയേറെ സന്തോഷത്തിലായിരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും പല രാജ്യത്തിലെ രാജാക്കന്മാർ പാണ്ഡവരെ അനുകൂലിച്ച് ഉപപ്ലവ്യയിൽ വന്നുകൊണ്ടേയിരുന്നു. പിന്നീട് അതുവരെ കാണാത്ത വലിയൊരു സൈന്യം പാണ്ഡവർക്ക് രൂപം കൊണ്ടു. ശേഷം കൗരവർക്കായുള്ള യുദ്ധത്തിൽ പാണ്ഡവർ ഓരോരുത്തർക്കുമുള്ള അവരുടേതായ സ്ഥാനങ്ങൾ നിശ്ചയിക്കാനുള്ള ചർച്ചകൾ നടത്തി. എന്നാൽ പാണ്ഡവരിൽ ഒരു കാര്യം മാത്രം വ്യക്തമായിരുന്നില്ല: തങ്ങളുടെ സേനാപതിയായി ആരെ നിശ്ചയിക്കുമെന്നത്. എല്ലാവരും പരസ്പരം മാറി മാറി നോക്കുവാൻ തുടങ്ങി. കാരണം എല്ലാവരും മികച്ച യോദ്ധാക്കൾ തന്നെയാണ്. പക്ഷേ അവരിൽ ആരെ തെരഞ്ഞെടുക്കുമെന്നതാണ് പ്രശ്നം. അപ്പോഴാണ് പാഞ്ചല രാജ്യത്തെ രാജാവായ ദ്രുപദൻ മുൻപിലേക്ക് വന്നത്.
ഒരാളെ നിർദ്ദേശിക്കുവാനായിരുന്നു അയാൾ മുൻപിലേക്ക് വന്നത്. വർഷങ്ങളായുള്ള കാത്തിരിപ്പിന്റെ അവസാനമെത്തിയെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ വർഷങ്ങൾ പിറകിലോട്ട് പോയി. അയാളെ ഇന്നും വേദനിപ്പിക്കുന്ന ആ ഓർമ്മയിലേക്ക്, ആ സുഹൃത്തിലേക്ക്. എന്റെ സിംഹാസനം നിങ്ങളുടേതായിരിക്കും ദ്രോണ. അറിവില്ലാത്ത സമയത്ത് താൻ നൽകിയ വാക്കിനെ ചൊല്ലി തന്നെ ബന്ധനാക്കിയ ദ്രോണയോട് അടങ്ങാത്ത പകയായിരുന്നു ദ്രുപദനിലുണ്ടായിരുന്നത്. രാജാവെന്ന സ്ഥാനത്തിരിക്കുമ്പോൾ താൻ നേരിട്ട നാണക്കേട് അയാൾക്ക് മറക്കുവാൻ കഴിയുന്നതായിരുന്നില്ല. അതുകൊണ്ടുതന്നെ ഗർഭിണിയായ ഭാര്യയെ കണ്ടതും അയാൾ അന്നൊരു തീരുമാനമെടുത്തിരുന്നു. മാസങ്ങൾക്ക് ശേഷം ഒരാൺകുട്ടി ജനിച്ചു. ജനിച്ച ദിവസം മുതൽ തന്നെ ദ്രോണാചാര്യരെ ശത്രുവായി കാണാൻ അയാൾ ആ കുട്ടിയെ പഠിപ്പിച്ചു. ആ കുട്ടിയുടെ ഉള്ളിൽ പകയുടെയും പ്രതികാരത്തിന്റെയും വിഷം അതിവേഗത്തിൽ തന്നെ അയാൾ കുത്തിവെച്ചു. ശേഷം ആയുധാഭ്യാസത്തിന് ദ്രോണാചാര്യരുടെ അടുത്ത് തന്നെ അയാൾ വിടുകയും ചെയ്തു. തനിക്കെതിരെയുള്ള ആയുധമാണെന്നറിഞ്ഞിട്ടും ആ സമയം ദ്രോണർ അവനെ ആയുധാഭ്യാസം പഠിപ്പിച്ചു. അവൻ തികഞ്ഞ ഒരു യോദ്ധാവായി മാറി. അധികം താമസിയാതെ തന്നെ ദ്രുപദൻ തന്റെ ആ ഒരു തീരുമാനം ഉറക്കെ പങ്കുവച്ചു. സേനാപതിയായി എന്റെ മകനായ ദൃഷ്ടദ്യുമ്നൻ ആ സ്ഥാനം ഏറ്റെടുക്കും. ഈ സമയത്ത് തന്നെ ഹസ്തിനപുരത്തിലെ നിശബ്ദമായ ഒരു ഉപവനത്തിൽ കർണൻ ആഴമായ ചിന്തയിൽ നിൽക്കുകയായിരുന്നു. കുറച്ച് സമയത്തിനു ശേഷം മറ്റൊരു ശബ്ദം അവിടെ കേൾക്കുവാനിടയായി. അതൊരു കാൽപാദത്തിന്റെ ശബ്ദമായിരുന്നു. തന്റെ പുറകിൽ ആരോ നിൽക്കുന്നതായി കർണൻ തിരിച്ചറിഞ്ഞു. എന്നാൽ പുറകിൽ നിൽക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കുവാൻ കർണന് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. കർണനെ കാണുവാൻ വന്നതിന്റെ ആ പ്രധാന ഉദ്ദേശം കൃഷ്ണൻ തന്നെ വ്യക്തമാക്കി. വനത്തിൽ ഒരുക്കങ്ങൾ തിരക്ക് പിടിച്ച് നടക്കുകയായിരുന്നു. അതിനിടയിൽ കൃഷ്ണൻ അർജുനനോട് ആ ഒരു കാര്യം വ്യക്തമാക്കി. അർജുന, എന്റെ സ്ഥാനം എന്താണ്? അത് നീ പറഞ്ഞില്ലല്ലോ. അതിനുള്ള മറുപടി അർജുനൻ നൽകിയില്ല. പകരം കൃഷ്ണനെ തന്നെ അർജുനൻ നോക്കി നിന്നു. അപ്പോഴാണ് കൃഷ്ണൻ തന്നെ അതിനുള്ള ഉത്തരം നൽകിയത്. അവിടെ സന്നിഹിതരായിരുന്ന ഓരോ വ്യക്തിയും അതീവ ശ്രദ്ധയോടെ ആ പ്രഖ്യാപനം കേൾക്കുവാൻ കാത്തിരിക്കുകയായിരുന്നു. യുദ്ധത്തിൽ നിനക്ക് ഞാൻ വഴിയാകുന്നത് ഞാൻ നിനക്കായി വഴി തെളിക്കുമ്പോഴാണ്. അതുകൊണ്ട് അർജുനന്റെ സാരഥിയായി, പാർത്ഥ സാരഥിയായി ഈ വാസുദേവകൃഷ്ണൻ കുരുക്ഷേത്ര ഭൂമിയിൽ നിന്നോടൊപ്പമുണ്ടാവും.